അതാണ് ഉസ്താദുമാര് പഠിപ്പിച്ചു തരുന്നത്. മോനെ, മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ നമ്മുടെ ഗുരുനാഥന്മാരാണ് കേട്ടോ. അത് ഖുർആനിൽ അവരുടെ മഹത്വം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഉപ്പയാര് ഉമ്മയാരെന്ന് ഉസ്താദുമാര് ഖുർആനും ഹദീസും ഗവേഷണം നടത്തിയിട്ട് നമ്മളോട് പറഞ്ഞു തരുന്നു. അള്ളാന്റെ ഉപദേശം ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഓതിത്തരാം. ഇതാണ് ഉസ്താദുമാരെ മദ്രസയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അല്ലാതെ ഉസ്താദുമാരുടെ സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്ത് പറയുന്ന വാക്കല്ല. അതുകൊണ്ട് മക്കളെ, ഇത് വിശ്വസിക്കണമെങ്കിൽ ഈമാൻ വേണം. ഈമാൻ ഇല്ല എങ്കിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവൂല. വിശ്വാസമില്ല എങ്കിൽ നമ്മൾ നരകത്തിലാ. മരണശേഷം നമ്മുടെ ഖബർ തീയാട് തീയാട്. എന്താ വേണ്ടത്? ആലിമീങ്ങൾ പറഞ്ഞിരുന്നു കേൾക്കരുത്. അത് ഖുർആനാണ് ഉപദേശം. ഖുർആന്റെ ഉപദേശം അത് ഉസ്താദുമാര് പഠിപ്പിച്ചപ്പോൾ ഞാനിപ്പോ നിങ്ങൾക്ക് ബോധിത്തരാൻ പോവാണ്. ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പഠിപ്പിച്ചു തരാം. എന്താണ് മാതാപിതാക്കൾ, അവരുടെ മഹത്വം എന്താണെന്ന് ഇപ്പൊ ഖുർആൻ ഓതിയ പറഞ്ഞത്. ഈ അബൂബക്കറിന്റെ വാക്കല്ല ഇത്. അബൂബക്കറിന്റെ വാക്കല്ല. അതാണ് ചിന്തിക്കേണ്ടത്. നമ്മളൊക്കെ പണ്ടൊക്കെ ഖുർആൻ ഓതിയിട്ട് നമ്മൾ പറയും ഖാലല്ലാഹു അസ്സ വജൽ. അപ്പൊ എല്ലാരും പണ്ട് പറയും സുബ്ഹാനല്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ അതൊക്കെ പോയി. അതൊക്കെ പോയി. പണ്ടൊക്കെ ഒരു ആയത്ത് ഓതിയിട്ട് ഖാലല്ലാഹു അസ്സ വജൽ, അല്ലാഹ് പറഞ്ഞു എന്നുള്ളത്. അള്ളാണ് ഈ ആയത്ത് ഓതി തന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉസ്താദന്മാർ അങ്ങനെ ഭയങ്കര ഗൗരവത്തോടുകൂടി നമ്മളിങ്ങനെ പറയുന്നത്. പക്ഷെ ഇപ്പൊ അതിപ്പോ മെമ്പറിലെ ഖുത്ബയിൽ മാത്രം ഖുർആൻ ഓതുമ്പോൾ നമ്മളതാ ചിലപ്പോൾ അത് ഓതും. അപ്പൊ അല്ലാതെ അതൊന്നുമില്ല. ഖുർആന്റെ ആയത്താണ്, അള്ളാന്റെ ആയത്താണ്. അള്ളാഹു പറഞ്ഞു തരുന്ന വാക്കാണ്. അപ്പൊ അത് നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ, അതനുസരിച്ചില്ലെങ്കിൽ, ഉൾക്കൊണ്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് നമ്മൾ വിധേയനാകേണ്ടി വരും. അപ്പൊ ഇവർ പോലീസുകാർ ഇവര് വരച്ച നിയമങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരും. അത് അവരുടെ നിയമമല്ല. അതിന്റെ നിയമം പഠിച്ചതിന് ശേഷം അവർ നമുക്ക് പറഞ്ഞു തരും. ആ നിയമം അനുസരിച്ച് നമ്മൾ നടന്നില്ലെങ്കിൽ അവരതിന്റെ പേര് പിടിക്കൂല്ലേ? എന്റെ നിയമം അങ്ങനല്ലേ? അതിന്റെ ഉസ്താദായാലും തങ്ങളായാലും ബെൽറ്റ് ഇല്ലാതെ പോയ ഉസ്താദ് തങ്ങളെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവർ 500 500 എഴുതി തരും. ശരിയല്ലേ? അല്ല, ഞാൻ പള്ളിയിലെ ഉസ്താദ് ഹത്തീവ ഹല്ലീവല്ല. ചിലപ്പോ അസൈനാർ സാറാണെങ്കിൽ നമ്മുടെ ഉസ്താദ പോട്ടെ, അങ്ങയുടെ സ്വന്തം റിസ്കിൽ വേണമെങ്കിൽ വിടും. സ്വന്തം റിസ്കിൽ വേണമെങ്കിൽ അദ്ദേഹം. പക്ഷെ അതല്ല എങ്കിൽ രക്ഷയില്ല, പറഞ്ഞിട്ട് കാര്യമുണ്ട്. 120 വണ്ടി അടിച്ച് വിട്ട് പോയിട്ട് 1500 പേരെടുക്കും. സാറേ സാറേ പ്ലീസ് സാറേ, ഞങ്ങൾ എന്ത് ചെയ്യാനാ, കമ്പ്യൂട്ടറിൽ പതിഞ്ഞു പോയി, ഇനി എടുത്തു കളയാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ ചെയ്തിട്ട് ഇപ്പൊ അവരെ കുറ്റം പറഞ്ഞു. അവിടെ നമ്മള് ഹക്കും മാത്രം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ലിമിറ്റഡ് സ്പീഡ് ഇത്രയാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ക്യാമറ നിരീക്ഷണത്തിലാണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പോയിട്ട് പണിയെടുത്തിട്ട് ക്യാമറയും സർക്കാരിനെയും പോലീസിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? അപ്പൊ ഖുർആന്റെ നിയമം നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു. ആരാ വാപ്പ, ആരാ ഉമ്മ. ഇനി അവരോട് എന്തെങ്കിലും നിങ്ങളെ എതിർത്ത് പ്രവർത്തിച്ചാൽ അതിന് അടി നിങ്ങൾക്ക് ഉറപ്പാണ്. അത് അല്ലാഹു ഖുർആനിൽ പറഞ്ഞ കാര്യമല്ലേ. അതിന് ആഖിറത്തിൽ ചെന്നിട്ട് നമ്മൾ ഇവിടെ കിടന്ന് പഴിയാറിട്ട് കാരണം ആ ഉമ്മ ഇപ്പൊ സ്വർഗത്തിൽ പോയി. പക്ഷെ ആ ഉമ്മയുടെ അനുവാദം വേണം ഈ മകൻ നാളെ സ്വർഗത്തിൽ പോകാൻ. അതാണ് രസം. ആളുകൾ ധരിച്ചിരിക്കുന്നത് അറിയാം, ഒരു വാപ്പയെ ഒരു ഉമ്മയെ ഒരാള് ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ വേദനിപ്പിച്ചു, ആ വാപ്പയും ഉമ്മയും മരിച്ചുപോയി. ഇവൻ ഇനി തൗബ ചെയ്തു ഇരിക്കട്ടെ. നല്ലപോലെ മനസ്സിലാക്കണം. ഈ മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ട് മരിച്ചു പോകുന്നവൻ തൗബ ചെയ്തിട്ട് മരിച്ചു പോയാലും നാളെ അവനെ ആഖിറത്തിൽ കൊണ്ടിട്ട് ശിക്ഷിച്ച് ഈ ഉമ്മയുടെ അനുവാദം അല്ലാഹു ചോദിക്കും. ഇവനെ സ്വർഗത്തിൽ കയറ്റണോ വേണ്ടയോ? മാതാപിതാക്കളെ വേദനിപ്പിച്ച് മരിച്ചു പോകുന്നവനെ നരകത്തിൽ ശിക്ഷിച്ച് അവന്റെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് ഈ ഉമ്മയോട് ചോദിക്കും, ഉമ്മ നിങ്ങളുടെ മകനല്ലേ? അതെ. അവൻ നിങ്ങളെ ദുനിയാവിൽ വേദനിപ്പിച്ചതിന് ശിക്ഷ ഉണ്ടായിരുന്നു ഇത്ര വർഷം, അത് കഴിഞ്ഞു. ഇനി ഇവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ നിങ്ങൾ അനുവദിച്ചാൽ മാത്രമേ നടക്കൂ. അള്ളാഹു അവർക്ക് ചെയ്തിരിക്കുന്ന ഒരു പദവി, വാപ്പാക്കും ഉമ്മാക്കും ചെയ്തിരിക്കുന്ന പദവി നമ്മളെ ചിന്തിക്കുന്ന ആരും ചിന്തിച്ചിട്ടില്ല. വാപ്പായുമായൊക്കെ അടിച്ചിട്ട് പോയിട്ട് തൗബ ചെയ്തിട്ട് നേരെ അങ്ങോട്ട് സ്വർഗത്തിൽ പോകാന്ന അള്ളാഹു ചിലപ്പോൾ പുറത്തു കൊടുത്തേക്കും. പക്ഷേ ഉമ്മയോട് ചോദിക്കും നാളെ ആഖിറത്തിൽ, ഈ ഉമ്മ ഉപ്പ നിങ്ങൾ പറയും നിങ്ങളുടെ കഴുത്തറുത്ത് കൊന്നവനാണ് ഇവൻ, ഇതിന്റെ പേരിൽ ഞാൻ നരകത്തിൽ ശിക്ഷിച്ചു ഇത്ര വർഷം, അവന്റെ കാലാവധി കഴിഞ്ഞു. ഇനി ഇവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ നിങ്ങൾ അനുവദിച്ചാൽ പ്രവേശിപ്പിക്കാം, ഇല്ലെങ്കിൽ ഇവനെ വീണ്ടും നരകത്തിന്റെ ജയിലിലേക്ക് തന്നെ മടക്കപ്പെടും.
അന്നേരം ഉമ്മാന്റെ ഹാല് ഏത് ഹാലാന്ന് അള്ളാഹ്ക്കറിയാം. ഇവൻ എന്റെ കഴുത്ത് അറുത്തവനാണ് അള്ളാഹ്, ഒരു കാരണവശാൽ ഇവനെ സ്വർഗത്തിൽ വിടണ്ട, നേരെ നരകത്തിൽ തള്ളിയരെന്ന് പറഞ്ഞാൽ നേരെ നരകത്തിലേക്കാണ് പോകുന്നത് മാതാപിതാ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തോടുകൂടി ഖുർആനിന്റെ പല ഭാഗത്ത് അല്ലാഹുവിനെ പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് പറഞ്ഞത് മാതാപിതാക്കളെ കുറിച്ചാണ്. എവിടെ പരിശോധിച്ചോളൂ. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹുവിനെ ആരാധിക്കണേ, മാതാപിതാക്കളോട് ഉപകാരം ചെയ്യണേ. വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. വീണ്ടും അല്ലാഹു പറയുകയാണ്, അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുകയാണ്, നിങ്ങൾക്ക് വിധി നിർണയം നടത്തുകയാണ്, തീരുമാനം പ്രഖ്യാപിക്കുകയാണ്. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല. അവനെ ആരാധിച്ചതിന് ശേഷം തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ വാപ്പയോടും ഉമ്മയോടും മാതാപിതാക്കളോടും ബഹുമാനവും കരുണയും ആദരവും ഉള്ളവരാകണേ. വീണ്ടും അല്ലാഹു ഖുർആനിൽ പല ഭാഗങ്ങളിലായി മാതാപിതാക്കൾക്ക് ഇത്ര വലിയ മഹത്വമുണ്ട് എന്ന് അറിയിക്കാനാണ് പടച്ച തമ്പുരാൻ വീണ്ടും വീണ്ടും എന്റെ വസിയത്താണ് കേട്ടോ, എന്റെ വസിയത്താണ് കേട്ടോ, എന്റെ വസിയത്താണ്. അല്ലാഹു നമ്മളോട് വസിയത്ത് ചെയ്യുകയാണ്. എന്താണ് വസിയത്ത്? മാതാപിതാക്കളോട് ഉപകാരമുള്ളവരാകണേ, മാതാപിതാക്കളോട് ഉപകാരമുള്ളവരാകണേ. എന്താണ് കാരണമെന്നറിയോ? ഹമലതു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫി ആമൈൻ അനിഷ്കുർ ലീ വലിവാലിദൈ ഇലയ്യൽ മസീർ. നോക്ക്, മാതാപിതാക്കളോടുള്ള എത്രത്തോളം ഉത്തരവാദിത്തമാണ് അള്ളാഹു പഠിപ്പിച്ചു തരുന്നത്. വാപ്പാടെ ഉമ്മാടെ വിഷയങ്ങൾ അള്ളാഹു നമ്മളോട് പറഞ്ഞു തരുമ്പോ പെട്ടെന്ന് പടച്ച തമ്പുരാൻ തിരിയുന്നത് ഉമ്മയിലേക്കാണ്. ആ ഉമ്മയെ അല്ലേ ഇന്ന് കഴുത്തറത്ത് കൊന്നുകളയുന്നത്? ആ ഉമ്മയെ അല്ലേ ചവിട്ടി പുറത്താക്കുന്നത്? ആ ഉമ്മയെ അല്ലേ വൃദ്ധസദനത്തിൽ കൊണ്ടെത്തിക്കുന്നത്? വാപ്പായും ഉമ്മായും തമ്മിലുള്ള ബന്ധത്തിന് അള്ളാഹു ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ഉമ്മ ഉമ്മ ഉമ്മ. ഉമ്മാന്റെ കാലിന്റെ അടിയിലാണ് സ്വർഗമെന്ന് റസൂലുള്ളാഹി. ഇൽസം റിജ്ലൈഹാ ഫതമ്മൽ ജന്ന. ഉമ്മാന്റെ കാല് പിടിക്കണേ, അവിടെയാണ് മോനെ സ്വർഗം കേട്ടോ. ആ സ്വർഗമാണ് നീ മുറിച്ച് കളഞ്ഞത്. ആ സ്വർഗം നീ മുറിച്ച് കളഞ്ഞാൽ അതിന്റെ അർത്ഥം നീ നരകത്തിലാണ് എന്നാണ് അതിന്റെ അർത്ഥം. മലപ്പുറം ജില്ലയിൽ 12 വയസ്സുകാരനായ ഒരു മകൻ മൊബൈല് ഉമ്മ വാങ്ങി വെച്ചതിന്റെ പേരിൽ ആ ഉമ്മാന്റെ കഴുത്തറുത്തതും ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്, ഈ മക്കളുടെ പോക്ക് എങ്ങോട്ടാണ്? ആ ഉമ്മ ആരെന്ന് ഖുർആൻ പറയുന്നത് കേക്കടാ. ആ ഉമ്മ ആരാണടാ? ആ ഉമ്മയുടെ മഹത്വം എന്തെന്ന് അല്ലാഹ് പറയുന്നത് കേൾക്കടാ. ഹമലതു ഉമ്മു വഹ്നാൻ അലാ വഹൻ. വേദനയോടെ വേദന സഹിച്ചിട്ടാണ്, കഷ്ടത്തോടെ കഷ്ടം സഹിച്ചിട്ടാണ് ആ ഉമ്മ നിന്നെ ചുമന്ന് നടക്കുന്നത് കേട്ടോ. 10 മാസം കാലയളവിൽ ഉമ്മാന്റെ ഉദരഗഹ്വരത്തിൽ നീ കിടക്കുമ്പോ ആ ഉമ്മാക്ക് ഉറക്കമില്ലാത്ത രാപ്പകലുകളാണ്, വിശ്രമമില്ല. വയറ്റിൽ കൈവച്ചിട്ട് റബ്ബേ എന്റെ ഉദരത്തിൽ വളർന്നു വരുന്ന കൺമണിക്കൊരു പോറല് പോലും ഏൽക്കല്ലേ അല്ലാ. ആ ഉമ്മ എന്ത് ത്യാഗവും സഹിച്ചിട്ട് ആ 10 മാസം വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ്, ഉറക്കം ഇളക്കുകയാണ്, ഭക്ഷണപാനീയങ്ങൾ കുറയ്ക്കുകയാ,
വിശ്രമമില്ലാതെ ആ മകന്റെ വരവിന് വേണ്ടി, ആ കുട്ടിയുടെ വരവിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോ അല്ലാഹുവാണ് പറയുന്നത് വവളഅതു ഖുർഹാ, വേദനയോടെയാണ് ഈ ഉമ്മ നിന്നെ പുറത്തേക്ക് തള്ളുന്നത് കേട്ടോ മകനെ. അത് ചെറിയ ഒരു കാര്യമല്ല. ആ സമയത്തെ വേദന എന്ന് പറഞ്ഞാൽ അല്ലാഹു ആ വേദനയ്ക്ക് വെച്ചിരിക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഒരു ഉമ്മ ഒരു കുട്ടിയെ പ്രസവിക്കുന്നതിന് വേണ്ടി എടുക്കുന്ന സമയം അത് എത്ര മിനിറ്റാണെന്ന് അല്ലാഹു കണക്കിലാക്കിയിട്ട് അത്രത്തോളം സമയം വരെ അവർ വേദനിച്ചതിന്റെ പേരിൽ അറേബ്യൻ നാടുകളിൽ വില കൂടിയ അടിമകളെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു അവർക്ക് നൽകുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി. ഒരു ഉമ്മ പ്രസവിക്കുമ്പോൾ അല്ലാഹു കൊടുക്കുന്ന സവാബാണ്. വീണ്ടും 2 വർഷക്കാലത്തോളം ആ ഉമ്മ മുല കൊടുക്കുന്നതിന്റെ പ്രതിഫലം അല്ലാഹു അവൾക്ക് ചെയ്തത് എത്രത്തോളം വലുതാണെന്നറിയോ? ഓരോ തുള്ളി മുലപ്പാലിനും ഓരോ അടിമയെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലമാണ്. ഇസ്ലാമിൽ ഒരു അടിമയെ മോചിപ്പിച്ചാൽ അവളുടെ പാപങ്ങളെല്ലാം പൊരുത്തപ്പെട്ടു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. പിന്നീട് ഓരോ അടിമകളെ മോചിപ്പിക്കുമ്പോ അതിൻ്റെതായ പദവികളാണ് സ്വർഗത്തിൽ ഉയർത്തപ്പെടുക. ഇവിടെ ഒരു ഉമ്മ ഒരു കുട്ടിക്ക് പാല് കൊടുക്കുന്നത് ഹൗലൈനി കാമിലൈൻ, 2 വർഷം പരിപൂർണമായിട്ട് പാല് കൊടുക്കുമ്പോ ഓരോ തുള്ളി പാല് ആ കുട്ടിയുടെ ഗളനാളത്തിലൂടെ ആമാശയത്തിലെത്തുമ്പോ സുബ്ഹാനല്ലാഹ്, ഈ ഉമ്മാക്ക് ആ കുട്ടിക്ക് പേരിൽ കിട്ടുന്ന പ്രതിഫലം ചെറുതല്ല. അങ്ങനെ പാലുകൂടി അവസാനിച്ചാൽ 2 വർഷം മുലകൂടി അവസാനിച്ചാൽ ആകാശലോകത്ത് നിന്ന് ഒരു മലക്ക് ആ ഉമ്മയെ നോക്കിയിട്ട് വിളിച്ചു പറയുമത്രേ, കഫാകി അയ്യത്തുഹൽ മർആ, എടീ പെണ്ണേ നിർത്തിക്കോ, മതിയാക്കിക്കോ, നിന്റെ പാവങ്ങൾ മുഴുവനും അല്ലാഹു പൊരുത്തപ്പെട്ടു കേട്ടോ. ഒരു മഖ്ബൂലായ മബ്റൂറായ ഹജ്ജ് ചെയ്ത് മടങ്ങി വന്നതിന്റെ പ്രതിഫലമാണ് ഒരു പെണ്ണ് പ്രസവിച്ച് 2 വർഷം കുട്ടിക്ക് മുല കൊടുത്താൽ അല്ലാഹു അവൾക്ക് നൽകുന്ന പ്രതിഫലം ഒരു മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജിന്റെ പ്രതിഫലമാ. അവളുടെ പാവങ്ങളെല്ലാം പൊരുത്തപ്പെട്ടിരിക്കുകയാ. ഇനി നീ നിന്റെ ജീവിതത്തിൽ പുതുതായിട്ട് അമൽ ചെയ്യാൻ തുടങ്ങിക്കോ. കഴിഞ്ഞ കാലം വരെ നിന്റെ മുഴുവൻ പാപങ്ങളും അല്ലാഹു ഡിലീറ്റ് ചെയ്തിരിക്കുകയാ. എത്ര വലിയ മഹത്വമാ! എന്നെയും നിങ്ങൾക്കും ഇരിക്കുന്ന വാപ്പാമാർക്കുമല്ല കേട്ടോ, ഈ പെണ്ണുങ്ങൾക്ക് അല്ലാഹു നൽകുന്ന മഹത്വം ഇത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയോ പൊന്നുമോനെ? ആ ഉമ്മാന്റെ നെറ്റിത്തടത്തിൽ ആരെങ്കിലും ഒന്ന് ചുംബിച്ചാൽ മൻ ഖബ്ബല ബൈന ഐനി ഉമ്മിഹി കുന്ന ലഹു സിത്റൻ വഹിജാബൻ മിനന്നാർ. വാപ്പാന്റെ നെറ്റിത്തടത്തിൽ ചുംബിച്ചാൽ സ്വർഗമെന്നല്ല റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ഈ ഉമ്മാന്റെ നെറ്റിത്തടത്തിൽ ഒന്ന് ചുംബിച്ചാൽ കുന്ന ലഹു സിത്റൻ വഹിജാബൻ മിനന്നാർ, നരകത്തിനൊരു മറയാണ്, നരകത്തിലേക്കൊരു മറയാണ് ആ ചുംബനമെന്ന് ഹബീബായ ഷഫീയായ റസൂലുള്ളാഹി. എത്ര വലിയ മഹത്വമാണ് ആ ഉമ്മാക്ക് അല്ലാഹു നൽകിയത്. ചെറിയ കാര്യാണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ വളർത്തുമ്മ, നബി തങ്ങളുടെ പൊന്നുമ്മ 6ാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയില്ലേ? പിന്നീട് ഹബീബായ തങ്ങളെ ഏറ്റെടുത്തത് ആരെന്നറിയോ? ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മയാണ് ഫാത്തിമത്ത് ബിൻത് അസദ് ബിൻ ഹിഷാം റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ പോറ്റുമ്മയാണ്. ഉമ്മയാണ് നബി തങ്ങളെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നത്. ആ ഉമ്മ വഫാത്തായി കിടന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
നബി തങ്ങളുടെ ഉമ്മാന്റെ അരികിലേക്ക് കടന്നു വരികയാ. മയ്യത്ത് കിടക്കുമ്പോ ആ മയ്യത്തിന്റെ അരികിൽ വന്നിരുന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് നിറകണ്ണുകളോട് ആ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്നു, റഹിമകില്ലാഹു യാ ഉമ്മീ അന്തി ഉമ്മീ ബഅദ ഉമ്മീ. എന്റെ ഉമ്മാക്ക് ശേഷം എന്നിലേക്ക് കടന്നു വന്ന എന്റെ പൊന്നുമ്മ, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു നിങ്ങളോട് കരുണ ചൊരിയട്ടെ. ഉമ്മ എത്രത്തോളം വലിയ മഹത്താണ് എന്ന് മനസ്സിലാക്കാനാണ് നമ്മളെ കല്യാണം കഴിപ്പിച്ച് വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുമ്പോ ഏറ്റവും കൂടുതൽ നമ്മളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നത് ഉമ്മയാ. ഒരു പൊന്നുമോളുടെ ന്യൂനതകളൊക്കെ മറച്ചു വെക്കുന്നത് ഉമ്മയാണ്. ഒരു പൊന്നുമോൻ ശാഠ്യം പിടിച്ചാൽ, വഴക്കുണ്ടായാൽ, ബഹളമുണ്ടായാൽ ഒരു പക്ഷേ വാപ്പ അവനെ ശകാരിച്ചേക്കാം. എന്നാൽ ഒരു ഉമ്മ അവന്റെ ശകാരത്തെയോ അവന്റെ ശാഠ്യത്തെയോ ഒന്നും വകവെക്കുകയില്ല. അവൻ എത്ര ബഹളം വെച്ചാലും വഴക്കുണ്ടാക്കിയാലും ചൊടിച്ചാലും ആ ഉമ്മ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവന്റെ കവിൾത്തടത്തിൽ ചുടുചുംബനം നൽകും. അതാണ് പൊന്നുമ്മ. ആ ഉമ്മയുടെ നെഞ്ചിൽ കിടന്ന് വളർന്ന പൊന്നുമോൻ വിവാഹം കഴിഞ്ഞ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നത് ഉമ്മയാണ്, ഉമ്മയാണ്. ആ ഉമ്മയാണ് മരിച്ചു കിടക്കുന്നത് നബി തങ്ങളുടെ മുന്നില്. ആ ഉമ്മാന്റെ അരികിലേക്ക് വന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ ആ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാ, റഹിമകില്ലാഹു യാ ഉമ്മീ അന്തി ഉമ്മീ ബഅദ ഉമ്മീ. എന്റെ ഉമ്മാക്ക് ശേഷം എന്നിലേക്ക് കടന്നു വന്ന എന്റെ പൊന്നുമ്മ, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചൊരിയട്ടെ. ശേഷം ആ ഉമ്മ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ മുഴുവനും അവിടെ വിളിച്ചു പറയുകയായി. അതുകൊണ്ട് ഓർത്തോ, നമ്മുടെ ഉമ്മ മരിച്ചു പോയാൽ ഉമ്മാന്റെ മയ്യത്തിന്റെ അരികിൽ വന്ന് ഇരുന്നിട്ട്, അല്ലാഹുവേ എന്റെ ഉമ്മ എനിക്ക് ഇന്ന ഇന്ന നന്മകൾ ചെയ്തു തന്നു, അല്ലാഹ് എന്നെ കൊണ്ടു നടന്നു, എന്നെ നൊന്ത് പ്രസവിച്ചു, എനിക്ക് ഭക്ഷണം വാരി തന്നു, എന്റെ വസ്ത്രം അലക്കി തന്നു, എന്റെ തലചീകി തന്നു, എന്നെ കുളിപ്പിച്ചു ഒരുക്കി എന്റെ പൊന്നുമ്മയാ, അല്ലാ എന്റെ ഉമ്മാക്ക് പൊറുക്കണേ അല്ലാ എന്ന് ഒരു മകൻ ദുആ ചെയ്യുന്നത് പോലെ ഈ പി അബൂബക്കർ ദുആ ചെയ്താൽ ഫലിക്കൂല കേട്ടോ. കാരണം ആ മകന്റെ ദുആയ്ക്ക് ഇജാബത്തുണ്ടെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞെങ്കില് ഒരു പ്രാസംഗികൻ ദുആ ചെയ്താൽ സ്വീകരിക്കുമെന്ന് ഹദീസിൽ കാണാൻ പറ്റൂല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ തന്റെ പോറ്റുമ്മയുടെ അരികിൽ വന്നിരുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, അല്ലാഹുവേ എന്റെ ഉമ്മാക്ക് നീ പൊറുക്കണേ അല്ലാ. റസൂലുള്ളാഹി തങ്ങൾ ആ ഉമ്മ ചെയ്ത അനുഗ്രഹങ്ങൾ മുഴുവനും അവിടെ വെച്ച് വിളിച്ചു പറഞ്ഞു, യാ ഉമ്മി, എന്റെ ഉമ്മ, ഞാൻ പട്ടിണി കിടക്കാതെ എന്റെ വയറ് നിറച്ച പൊന്നുമ്മ, എനിക്ക് ഉടുതുണിക്ക് മറതുണിയില്ലാതിരിക്കുമ്പോ നല്ല വസ്ത്രം നിങ്ങൾക്ക് ലഭിച്ച സമയത്ത് നിങ്ങൾ പോലും ധരിക്കാതെ ഈ മുഹമ്മദിനെ അണിയിച്ച ഉമ്മ, ഉണക്ക റൊട്ടി തിന്ന് ജീവിച്ച നമ്മുടെ ഇടയിലേക്ക് നല്ല റൊട്ടി കഷണങ്ങൾ വന്നപ്പോ ഉമ്മ അത് നിങ്ങൾ പോലും തിന്നാതെ ഈ മുഹമ്മദിനെ തീറ്റിച്ച പൊന്നുമ്മ, തുരീദീന വജ്ഹല്ലാഹി വദാറൽ ആഖിറ, നിങ്ങൾ ചെയ്തത് മുഴുവനും അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടിയായിരുന്നില്ലേ, ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടിയായിരുന്നില്ലേ ഉമ്മ. അല്ലാഹുവിന്റെ റസൂൽ നിറ കണ്ണുകളോട് ആ ജനാസയുടെ അരികിലിരുന്നു കൊണ്ട് കരയുകയാണ്. ശേഷം നബി തങ്ങളുടെ ശരീരത്തിൽ കിടക്കുന്ന ഖമീസ് അഴിച്ചു മാറ്റിയിട്ട് ആ ഉമ്മയെ കബറടക്കാൻ വേണ്ടി കുഴിച്ച കബറിന്റെ ഉള്ളിലേക്ക് റസൂലുള്ളാഹി ഇറങ്ങി കിടക്കുകയാണ്. വലത്തോട്ട് തിരിയുന്നു, ഇടത്തോട്ട് തിരിയുന്നു. ശേഷം ആ കബറിൽ കിടന്നിട്ട് ദുആ ചെയ്യുന്നു, പടച്ച റബ്ബേ ഇഗ്ഫിർ ലി ഉമ്മീ ഫാത്തിമത ബിൻത് അസദ് ഇബ്നു ഹിശാം. പേരെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹ് എന്റെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, എന്റെ ഉമ്മാക്ക്
ഉമ്മാക്ക് ശേഷം എന്നെ പോറ്റി വളർത്തി എന്റെ പോറ്റുമ്മയാണ് ഈ ഖബറിൽ കിടക്കാൻ പോകുന്നത്. ഞാൻ എന്തിനാണ് ഈ വസ്ത്രം അഴിച്ചു മാറ്റിയിട്ട് ഈ ശരീരം ഈ ഭൂമിയിൽ ഞാൻ ഉരുട്ടിയത് എന്തെന്നറിയാലോ അല്ലാ. എന്റെ മുബാറക്കായ ശരീരം സ്പർശിച്ച മണ്ണ് ആ ഖബർ എന്റെ ഉമ്മയെ ഞെരിക്കാതിരിക്കാനാണ് റബ്ബേ. എന്റെ ഉമ്മാന്റെ ഖബർ എന്നെ വേദനിപ്പിക്കാതിരിക്കാനാണ് റബ്ബേ ഞാൻ ഈ പ്രവൃത്തി ചെയ്തതെന്ന് ഹബീബായ തങ്ങളെ ഖബറിൽ കിടന്നിട്ട് ദുആ ചെയ്ത് പറഞ്ഞെങ്കിൽ അല്ലാഹുവേ എന്റെ ഉമ്മാക്ക് പൊറുക്കണേ എന്ന് ഖബറിൽ കിടന്നിട്ടാണ് നബി തങ്ങൾ ദുആ ചെയ്തത്. അത്രത്തോളം പ്രസവിച്ചിട്ടില്ല ആ ഉമ്മ, പാല് കൊടുത്തിട്ടില്ല ആ ഉമ്മ. അതിനുശേഷം വളർത്തി വലുതാക്കി കൊണ്ടുവന്ന നന്മയാണ് റസൂലുള്ളാഹി തങ്ങള് ആ ഖബറിൽ കിടന്നിട്ട് പോലും ഒരു ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്തതെങ്കിൽ മക്കളെ ഇരിക്കുന്ന ഉമ്മാന്റെ മഹത്വം ചെറുതല്ല കേട്ടോ. നമ്മുടെ ഉമ്മമാര് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യണം കേട്ടോ, ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചത് ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. വയോധികയായ ഉമ്മയോ ഉപ്പയോ നിന്റെ അരികിലുള്ളിടത്തോളം കാലം ഓർക്കണേ. ചെറുപ്പക്കാരനായ ഉപ്പയോടോ ചെറുപ്പക്കാരിയായ ഉമ്മയോടോ എന്നല്ല ഖുർആൻ പറഞ്ഞത്. വയസ്സായ നിന്റെ ഉമ്മയോ ഉപ്പയോ നിന്റെ പുറയിലാണ്, നിന്നോടൊപ്പമാണ് കഴിയുന്നതെങ്കിൽ ആ ഉപ്പയോടും ഉമ്മയോടും നീ അനുവർത്തിക്കേണ്ട നിയമമാണ് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ. എന്ന ഒരു വാക്ക് ഏറ്റവും ചെറിയ ഒരു വാക്കാണ്. എന്തിനാണുമ്മ നിങ്ങൾ അങ്ങനെ ചെയ്തത്? എന്തിനാണുമ്മ നിങ്ങൾ അത് പറഞ്ഞത്? അത് ചെയ്യരുതായിരുന്നോ, അത് അരുതാത്തതായിരുന്നു എന്ന് ചെറുതായിട്ട് എന്ന ഒരു വാക്ക് പോലും ആ ഉമ്മാന്റെ മുഖത്ത് നോക്കി പറയല്ലേ. ഇത് പഠിക്കണമെങ്കിൽ മദ്രസയിൽ വരണ്ടേ, ഖുർആൻ പഠിക്കണ്ടേ, അല്ലാതെ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നതാരാ എന്ന ഒരു ചെറിയ വാക്ക് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തില് ബഹുമാനപ്പെട്ട ഉലമാക്കൾ നമ്മളോട് പറയുന്നു, ഒരു വാപ്പായും ഉമ്മായും വൃദ്ധനായി വീട്ടിൽ കിടക്കുന്ന സമയത്ത് കാഷ്ടിക്കുകയോ മൂത്രിക്കുകയോ ചെയ്യുമ്പോ അവരുടെ ഡൈപ്പർ മാറുന്ന സമയത്ത് ആ കാഷ്ടത്തിന്റെയും മൂത്രത്തിന്റെയും സ്മെല്ല് കാരണം മുഖം ചുളിച്ചാൽ, നെറ്റി ചുളിച്ചാൽ മാതാപിതാക്കളോടുള്ള അപമര്യാദയായി നിന്റെ പേര് രേഖപ്പെടുത്തപ്പെടും. എത്ര വലിയ ഗൗരവം. പാപ്പാന്റെ ഉമ്മാന്റെ കാഷ്ടം അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് മുഖമൊന്ന് ചുളിച്ചാൽ അതും ആ ഉപ്പയെ പീഡിപ്പിച്ചതിന്റെ പേരിൽ ആ ആഖിറത്തിൽ നിന്റെ പേര് രജിസ്റ്റർ ചെയ്യപ്പെടും കേട്ടോ. കാരണം ശൈശവത്തില് ബാല്യത്തില് നിന്റെ എത്ര കാഷ്ടവും മൂത്രവും ഈ വാപ്പായും ഉമ്മായും കോരിയെടുത്തവരാണ്. അന്നൊന്നും അവർ ശേ എന്ന ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. എത്രയോ ദിവസങ്ങളോളം കല്യാണത്തിന് പോകുമ്പോ നല്ല വസ്ത്രം ധരിച്ചിട്ട് പോകുന്ന സമയത്ത് സുബ്ഹാന റബ്ബി 15,000 രൂപ വിലയുള്ള പട്ടുസാരിയുടെ മുകളിൽ പാത്തുമ്പോ, അപ്പിയിടുമ്പോ, മൂത്രിക്കുമ്പോ നിന്നെ വലിച്ചെറിഞ്ഞിട്ടില്ല നിന്റെ ഉപ്പ നിന്റെ ഉമ്മ. അതെല്ലാം നിസ്സാരമായി ആ ബാത്റൂമിൽ കൊണ്ട് കഴുകി വൃത്തിയാക്കി, നിന്നെയും കഴുകി വൃത്തിയാക്കി നിന്റെ മുഖത്ത് ചുടുചുംബനം തന്ന പൊന്നുമ്മയെ അല്ലേ നീ അറുത്തു മുറിച്ചു മാറ്റിയത്? വിടില്ല മോനെ, അല്ല നിന്നെ വിടില്ല കേട്ടോ. ആ ഉമ്മാന്റെ ഖബറിൽ കിടന്ന് നിനക്ക് ശാപത്തിന്റെ പ്രാർത്ഥനയാണ്. അതിന്റെ മഹത്വം നിനക്കറിയാതെ പോയി.
ആ ഉമ്മാന്റെ മഹത്വം നിനക്ക് മനസ്സിലാക്കാതെ പോയി. ഏറ്റവും വലിയ ദുആയിക്ക് ഇജാബത്ത് കിട്ടുന്നത് ഉമ്മാന്റെ ദുആയാണ്. ഇമാമുനാ ബുഖാരി തങ്ങളുടെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട സമയത്ത് അല്ലാഹ് എന്റെ കുട്ടിക്ക് നീ കാഴ്ച കൊടുക്കണേ റബ്ബേ എന്ന് നിരന്തരം രാപ്പകലില്ലാതെ ദുആ ചെയ്ത പൊന്നുമ്മ ഒരു ദിവസം തഹജ്ജുദ് സമയത്ത് സ്വപ്നത്തിൽ വന്ന് ഇബ്രാഹിം നബി പറഞ്ഞു കൊടുക്കുകയാ, നിങ്ങളുടെ മകന്റെ കണ്ണിന് കാഴ്ച ലഭിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആ ഉമ്മ പോയി നോക്കുമ്പോ ഫർതദ്ദ ബസീറ, മകൻ കണ്ണു തുറന്നിരിക്കുന്നു. അസ്സഹുൽ കിതാബ് അസ്സഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ കഴിഞ്ഞാൽ സ്വീകാര്യയോഗ്യമായ ഹദീസിന്റെ ഗ്രന്ഥമാണ് സഹീഹുൽ ബുഖാരി എങ്കിൽ ആ ബുഖാരി എഴുതിയ മുസന്നിഫാണ് ബഹുമാനപ്പെട്ട ഇമാമുനാ ബുഖാരി തങ്ങൾ റളിയല്ലാഹു അൻഹു. അല്ലാഹുമ്മ അൻഫഅനാ വൽ ആഖിറ. ആ ഉമ്മാന്റെ ദുആയാണ് ബുഖാരി തങ്ങളുടെ കണ്ണിന് പോലും കാഴ്ച തിരിച്ചു കിട്ടിയത്. ചെറിയ കാര്യമാണോ? അതുകൊണ്ട് മക്കൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ ഗൾഫിൽ നിൽക്കുന്ന മക്കള് കാമ കിട്ടിയില്ല, ജോലിയിൽ പ്രശ്നങ്ങളുണ്ട്, ഉമ്മാന്റെ അടുക്കൽ വന്നിട്ട് ഉമ്മ ഒന്ന് ദ്വാരക്കണം, ഉമ്മാന്റെ കാലൊക്കെ തടവി കൊടുക്കണം, കാലൊക്കെ ഒന്ന് ചുംബിക്കണം. മാതാപിതാക്കളുടെ കാല് ചുംബിച്ചു ഹദീസിലുണ്ട്, അതൊക്കെ നമ്മൾ ചുംബിക്കാം. കാലിൽ വീഴുകയല്ല. ഇന്ന് കോടതിയിൽ നിന്ന് ഒളിച്ചോടുന്ന മുസ്ലിം പെണ്ണിന്റെ കാല് പിടിക്കുന്ന ഉമ്മാടെ രംഗമാണ് നമ്മൾ കാണുന്നത്. കാലം തിരിഞ്ഞുപോയില്ലേ? റസൂലുള്ളാഹി തങ്ങൾ ഉമ്മാന്റെ കാല് നീ പിടിക്കണമെന്നാണ്. പക്ഷേ ഇന്നത്തെ ആധുനിക ലോകം എന്താ? പെണ്ണിന്റെ മകളുടെ കാല് ഉമ്മ പിടിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. എന്താ സംഭവം? കാമുകന്റെ ഒളിച്ചോടി. കാമുകന്റെ സ്ഥാനം പോലും ഉമ്മക്കില്ല. അത് ഹദീസിലുള്ളതാണല്ലോ. ലാ തഖൂമുസ് സാഅ, ലോകം അസ്തമിക്കുകയില്ല ഹത്താ أدنى صديقه وأقصى أباه. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലോകം അസ്തമിക്കുകയില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ ഹത്താ അദ്നാ സദീഖഹു, തന്റെ കൂട്ടുകാരെ അടുപ്പിക്കും കാമുകന്മാർക്ക് വേണ്ടി, അഖ്സാ അബാഹു, മാതാപിതാക്കളെ പുറന്തള്ളുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കൂല. മാതാപിതാക്കൾക്ക് സ്ഥാനമില്ല. കല്യാണം കഴിക്കാൻ നമ്മൾ പ്രേമിക്കുന്ന നമ്മുടെ അഫൈർ ആരാണോ അവരുമായുള്ള ബന്ധം വാപ്പ ഉമ്മ എതിർത്താലും നമ്മക്ക് ഒളിച്ചോടാം. വാപ്പ കല്ലി വല്ലി ഉമ്മ കല്ലി വല്ലി നമുക്കത് പ്രശ്നമില്ല. നമ്മൾ രണ്ടുപേരും ജീവിക്കണം, മരണം വരെ ജീവിക്കണം. അതുകൊണ്ട് നമുക്ക് ഒളിച്ചോടാം. വാപ്പ വേറെ കല്യാണം ആലോചിക്കുന്നു, ഉമ്മ വേറെ കല്യാണം ആലോചിക്കുന്നു, നമുക്ക് ജീവിക്കാൻ പറ്റൂല. അതുകൊണ്ട് നമുക്ക് ഒളിച്ചോടാം. ഇതാണ് പെണ്ണുങ്ങളെ കൺസെപ്റ്റ്. മോളെ തെറ്റ്, പൊന്നുമോളെ കുറഞ്ഞ സമയത്തെ ജീവിതവാദി കണ്ടോ, അവൻ കൊണ്ടുപോയി നിന്നെ അച്ചാറ് പോലെ ഉപയോഗിച്ച് രുചിച്ചതിന് ശേഷം കല്ലി വല്ലി എന്ന് പറഞ്ഞ് അവൻ വലിച്ചെറിഞ്ഞിട്ട് അടുത്ത ലൈൻ പിടിക്കും. ഇതാണ് ഇന്നത്തെ ചെറുപ്പക്കാര്. ഓർത്തോ, നിന്റെ ആവശ്യം കഴിഞ്ഞാൽ നിന്നെ ഉപയോഗിച്ച് കൂട്ടുകാർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് അടുത്ത ലൈനിലേക്കാണ് അവൻ പോകുന്നത്. അല്ലാതെ നിന്നെ കൊണ്ടുപോയിട്ട് സ്വസ്ഥമായി സന്തോഷത്തോടുകൂടി ജീവിച്ചു കണ്ടാൽ കൊള്ളാം. അങ്ങനെ ജീവിക്കുന്ന ഒരു ദമ്പതികളെ ഇന്ന് നമുക്ക് കാണാൻ പറ്റൂല. പ്രേമിച്ച് ഒളിച്ചോടിയിട്ട് സന്തോഷമായിട്ട് ഇപ്പോഴും ജീവിക്കുന്നവരാരിലുണ്ടോ? ഒരു ഉദാഹരണം ചോദിച്ചിട്ടുണ്ടല്ലോ. കൈപൊക്കും പേടിക്കണ്ട. നിങ്ങൾ ഹലാലായിട്ട് കല്യാണം കഴിച്ചു കാണും അല്ലെ? സാറ് ഒരുപാട് കേസുകളൊക്കെ കൈകാര്യം ചെയ്തവരാണല്ലോ. ഈ പ്രേമിച്ച് ഒളിച്ചോടി പോയി ഇവരിങ്ങനെ പിടിച്ചോണ്ട് വന്ന്, അല്ലെങ്കിൽ ഇവര് വാപ്പായ ഉമ്മായൊക്കെ തള്ളിക്കളഞ്ഞിട്ട് ഇവര് പോയിട്ട് ജീവിക്കുന്നു. ഇങ്ങനെ സ്വസ്ഥമായി അവർ റാഹത്തായിട്ട് ജീവിക്കുന്ന എത്ര പേരുണ്ടോ?
ഉണ്ടോ? ഉണ്ടോ മജീദേ? അതിനകത്ത് ആരെങ്കിലും നെറ്റിൽ ഇടുന്നുണ്ട് ചോദിച്ചു. ഞങ്ങളിപ്പോൾ അങ്ങനെയാണ് ജീവിക്കുന്നത്, ഞങ്ങൾ പ്രേമിച്ചവരാണ്, ഞങ്ങളിപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടോ ആരെങ്കിലൊക്കെ പറയുന്നുണ്ടോ? ഉണ്ടാവും. വളരെ തുലോതുച്ഛം, ഒരു 2%. അത് 2%. അതുണ്ടാവും. അതല്ലാതെ ആരിലുണ്ടോ അങ്ങനെ പ്രേമിച്ചിട്ട് ഞങ്ങളിപ്പോൾ സന്തോഷമായിട്ട് കഴിച്ചുകൂടി, ഞങ്ങളിപ്പോൾ കല്യാണം കഴിച്ച റാഹത്തെ 3-4 മക്കളായ ഉസ്താദെ, ഞങ്ങളിപ്പോഴും പഴയ കാമുകന്മാരെ പോലെ തന്നെയാണ് ജീവിക്കുന്നത് എന്ന് സോഹാറിൽ നമ്മൾ വന്നപ്പോൾ ഒരാൾ അങ്ങനെ പറഞ്ഞായിരുന്നു. ഇല്ലേ? നമ്മളൊരു ഫ്ലാറ്റിൽ ഒരേ ഒരാൾ എന്നോട് പറഞ്ഞു, നമ്മളവിടെ പോയപ്പോൾ ഒരു ഫ്ലാറ്റിൽ ഒരാളുടെ ഫ്ലാറ്റിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയായിട്ട് ഇന്നും ഫസ്റ്റ് നൈറ്റിൽ എങ്ങനെയായിരുന്നു അതുപോലെയാണെന്ന്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് വലിയ അത്ഭുതം തോന്നി അത് കേട്ടിട്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പറ്റാത്തൊരു പരിപാടിയാണ്. ആദ്യ കല്യാണം കഴിച്ച കാലത്തിൽ എങ്ങനെയാണ് അതേപോലെയാണ് ഇപ്പോഴും എന്നാണ് അവൻ പറയുന്നത്. ഭയങ്കര അത്ഭുതമാണ്. ഞാൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തള്ളാന്നോ കൊള്ളാൻ പറ്റില്ലാന്നോ ഇതൊന്നും നമുക്കറിയില്ല. എന്തായാലും അതുകൊണ്ട് പ്രേമിച്ചു ഒളിച്ചോടി പോയി കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ഇന്ന് വരെ ജീവിക്കുന്നവരുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ലെന്നർത്ഥം. ഈ പ്രേമിക്കുന്നത് എന്തിനാണ്? ഇവളെ ഒന്ന് രുചിക്കണം, അവളുടെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കണം, അല്ലാതെ അവളുമായിട്ടുള്ള ജീവിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഭയങ്കര തള്ളി ഒലിപ്പിച്ച് റീൽസൊക്കെ ഇടും. നീ ഇല്ലാതെ ഞാനില്ല, ഞാനില്ലാതെ നീ ഇല്ല, ഈ ലോകത്ത് ജീവിക്കുന്നത് നിനക്ക് വേണ്ടി, ഇല്ലെങ്കിൽ എനിക്ക് ഈ ലോകമേ ഇല്ല, ഇതൊക്കെ തള്ളും റീൽസിൽ. ഈ സംഭവം എല്ലാം കൂടെ കഴിഞ്ഞാൽ ഹോർലിക്സ് കുടിച്ച പോലെയാണ്. പിന്നെ തീർന്നു, ഖലാസ്. പിന്നെ ഫോൺ എടുക്കുമ്പോ നീ വിളിക്കുന്ന നമ്പർ ഇപ്പൊ ഇല്ലേ. പിന്നെ ആ സംഭവം പിന്നെ അങ്ങോട്ട് പിന്നെ എന്തെങ്കിലും ചോദിച്ചാലും പിന്നെ അതൊക്കെയാണല്ലോ ഇന്ന് ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ആത്മഹത്യയിൽ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ല, 20 ദിവസമായതോട് കല്യാണം കഴിഞ്ഞ് 20 ദിവസമായി. സൗന്ദര്യമില്ല, നിറക്കുറവ്, നിറവ്യത്യാസം ഉള്ളത് കൊണ്ട് ആ തള്ള പറഞ്ഞു അത്ര, നീ എനിക്ക് വേറെ പോയി കല്യാണം നിനക്ക് കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ് ആത്മഹത്യയിലേക്ക് പോയി. നമ്മൾ പത്രത്തിലൊക്കെ ഇപ്പോൾ അവനെ അറസ്റ്റ് ചെയ്തപ്പോ സംഭവം കോഴിക്കോട് സംഭവം നടക്കും, മലപ്പുറം കൊണ്ടോട്ടി. അതെ, എന്താ നിറവ്യത്യ. അപ്പൊ ഇവൻ ഈ പെണ്ണ് കാണാൻ പോയത് എന്തിനാണ്? കണ്ണുകൊണ്ടല്ലേ പെണ്ണിനെ കണ്ടത്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് പെണ്ണിനെ കാണാതെ കല്യാണം കഴിക്കാൻ പാടില്ല. ഇസ്ലാമിക നിയമം പഠിപ്പിച്ചു കൊടുത്താൽ ഒരു പ്രശ്നമില്ല. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു തആല നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, ഇന്നി ഖതബതു ഇംറഅതൻ, നബിയേ ഞാനൊരു പെണ്ണിനെ കല്യാണ ആലോചന നടത്തി. ഫഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് നബി തങ്ങൾ ചോദിച്ചു, ഹൽ നദർത ഇലൈഹാ, നീ അവളെ കണ്ടിട്ടാണോ കല്യാണം ഉറപ്പിച്ചത്? ഖുൽതു ലാ, അല്ല നബിയെ കണ്ടിട്ടില്ല. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉൻദുർ ഇലൈഹാ, നീ അവളെ പോയി കാണണേ. നിങ്ങളുടെ രണ്ടുപേരുടെ കുടുംബ ജീവിതം രൂഢമൂലമാകാൻ അതൊരു കാരണമാകും. കണ്ടോ, അതിനാണ് പെണ്ണ് കാണണമെന്ന് പറഞ്ഞത്. ഇതിപ്പോ അത് കാണാത്തത് കൊണ്ടായിരിക്കാം നിറവ്യത്യാസം വന്നു, അത് വ്യത്യാസം വന്നു, ഇത് വ്യത്യാസം വന്നു. അതേപോലെ ഇന്ന് നമ്മുടെ പെണ്ണുങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കല്യാണ ദിവസത്തില് ഈ ബ്യൂട്ടി പാർലറിൽ പോയി ആവശ്യമില്ലാത്ത മുസീബത്ത് പന്നിക്കാട്ടം മൊത്തം വാരി തേച്ച് വെച്ച് ഭയങ്കരമായിട്ട് മിനുങ്ങിയിരിക്കും. അപ്പോ കാണാൻ ഭയങ്കര ചന്താണ്. അല്ലാഹു അക്ബർ, കൽ ഖമറി ലൈലത്തുൽ ബദർ, 14 രാവിലെ ചന്ദ്രനെ പോലെ. പുരയിൽ വന്ന് ഈ പുട്ടിയെല്ലാം ഇളക്കി അഴിച്ചെടുത്ത് മാറ്റുമ്പോ ആക്രിക്കടയിലെ ബമ്പർ പോലെ ആയിരിക്കും. പിന്നെ അവിടെ മുതൽ തുടങ്ങും, അവിടെ മുതൽ പ്രശ്നം തുടങ്ങും. അപ്പൊ അന്ന് ഡാൻസ് ആടുമ്പോ ഫോട്ടോയിലും ക്യാമറയിലും ക്യാമറാമാനൊക്കെ വെച്ച് നല്ല ചോപ്പായിട്ട് അങ്ങോട്ട് കളറാക്കി അങ്ങോട്ട് വെക്കും. മജീദ് അത് റെഡിയാക്കി വെക്കുമ്പോ ഓളുടെ ചുണ്ടൊക്കെ ഊർലിങ്ങളുടെ ചുണ്ടനെക്കാളും കഷ്ടം. കണ്ണൊക്കെ അങ്ങോട്ട് നല്ല ഉണ്ട കണ്ണ് പോലെ, വലിയ കണ്ണ്, കാവ്യമാധവന്റെ കണ്ണ് പോലത്തെ നല്ല കണ്ണ്. ഇതെല്ലാം കൂടെ കണ്ട് കവളൊക്കെ ഇങ്ങനെ ചാടിയിരിക്കുന്ന കണ്ടാൽ തന്നെ ബാക്കിയുള്ള സുബ്ഹാനല്ലാഹ്. മിസ്രിലെ പെണ്ണുങ്ങൾ യൂസുഫ് നബിയെ കണ്ടതുപോലെ എന്നതുപോലെ അത്ഭുതപ്പെട്ടു പോകും. ഇതെല്ലാം ആധുനിക സംവിധാനത്തിന്റെ ഈ ടെക്നോളജിയുടെ സംവിധാനങ്ങളാണ്, അല്ലാതെ കണ്ട് ഒറിജിനൽ ആയിട്ടല്ല. ഇതൊക്കെ 2 ദിവസം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ പോയി നോക്കണം. ഈ സിനിമാ നടിമാരെ നിങ്ങൾ നേരിട്ടൊന്ന് പോയി കണ്ടു. അള്ളാണ 10 കോഴിക്കറി നമ്മൾ തിന്നൂല. പോയി കണ്ടിട്ടുണ്ടോ?
നേരിട്ടൊന്ന് പോയി ഒറിജിനലായിട്ടൊന്ന് കാണാം. നിങ്ങളുടെ നാട്ടുകാരിയാണല്ലോ കാവ്യ നിങ്ങളുടെ നാട്ടുകാരിയാണ്. നേരിട്ട് കണ്ടിട്ടുണ്ട്. രജനീകാന്തിനെ പോയി നേരിട്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ ഔക്കറിച്ചാന്റെ കൂട്ടി ഇല്ലേ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇവരൊക്കെ പോയി നേരിട്ട് പോയി കാണണം. അല്ലാഹു അക്ബർ. ഭയങ്കര വയസ്സായ ആളാണ്. പക്ഷെ അത് വെള്ളിത്തെരയിലേക്ക് വരുമ്പോൾ ഇതാണ് സിസ്റ്റം. നമ്മുടെ മമ്മൂട്ടിക്കായിക്ക് 73 വയസ്സെന്തോ ആയി. ആരെല്ലാം പറയും 73 വയസ്സെന്ന്. ആരെല്ലാം പറയും. നമ്മുടെ ഇവിടുത്തെ 73 വയസ്സ് ഇച്ച 3 കുഴലിട്ടുകൊണ്ട് നടക്കുക അല്ല, പൊതുവെ പറയാം. അപ്പൊ ഇതെല്ലാം സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇതെല്ലാവർക്കും പറ്റും. ഇതൊക്കെ അപ്പൊ ഇതെല്ലാം ആധുനിക സംവിധാനത്തിന്റെ സഹായത്തോടുകൂടി ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അല്ലാഹു തആല തന്ന ആ സൗന്ദര്യം അത് നഷ്ടപ്പെടുത്താതെ നമ്മൾ ഒളുവെടുത്ത് കഴിയും. ഒളുവെടുക്കും തോറും ഇവരുടെ മുഖത്ത് സൗന്ദര്യം കൂടും. ഒളുവെടുക്കണം. എപ്പോഴും ഒളുവിൽ തന്നെ കഴിയണം. ഏത് സമയത്തും ഒളുവിൽ തന്നെ കഴിയണം. ആ ഒളുവിൽ കഴിയുന്നതോടുകൂടി വലിയ സൗന്ദര്യം 40 ദിവസം തുടർച്ചിട്ട് ഇതും ആവശ്യമില്ലാത്ത ഈ പന്നിക്കാട്ടൊക്കെ വാരിത്തേച്ചുള്ള മുഖത്തിന്റെ സൗന്ദര്യം കളയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒളുവെടുത്തു നോക്ക്. അല്ലാഹു ഇൽമിന്റെ ഹിക്മത്തിന്റെ ഉറവിടം അവന്റെ ഖൽബിൽ മിൻ ഖൽബിഹി ഇലാ വജ്ഹിഹി അവന്റെ മുഖത്തേക്ക് അല്ലാഹു തആല എത്തിച്ചിരിക്കുന്നു. അതാണ് ആ ഉദുവിന്റെ ചെറിയ കാര്യമല്ല. ഉദുവെടുത്തു പ്രകാശിക്കും. നാളെ ആഖിറത്തിൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തികളെ ഞാൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഖുർറം മുഹജ്ജിലീൻ അവരുടെ ഉദുവെടുത്ത അവയവങ്ങളെ തിളങ്ങുമത്രേ ബ്ലിങ്കിങ് ആകുമത്രേ. അങ്ങനെയാണ് അവരെയൊക്കെ ഞാൻ നാളെ തെരഞ്ഞെടുക്കുന്നത്. ഒന്നുകൊടുക്കും പെണ്ണുങ്ങളെ സഹോദരിമാരെ. നമ്മൾ ഈ ആവശ്യമില്ലാതെ ആധുനിക ഫാഷൻ ഡിസൈനൊന്നും നമ്മൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട. എപ്പോഴും അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷെ ഒരുപാട് പേര് ഇപ്പൊ ഈ മുഖം വെളുപ്പിക്കാനും കൈയും കാലൊക്കെ വെളുപ്പിക്കാനൊക്കെ ക്രീമൊക്കെ പുരട്ടിയിട്ട് അതൊക്കെ ഇപ്പൊ കിഡ്നിക്ക് ബാധിച്ച് വലിയ പ്രശ്നങ്ങളായിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നല്ല നന്മകൾ ചെയ്യും. അല്ലാഹു സൗന്ദര്യം വർദ്ധിപ്പിച്ചു. സുബ്ഹി നമസ്കരിക്കും കൃത്യമായി. തഹജ്ജുദ് നമസ്കരിക്കും. എന്നിട്ട് ദുആ ചെയ്യും. നല്ല സൗന്ദര്യം അല്ലാഹു തരും. നമ്മളെ എന്തിനും ആവശ്യമില്ലാത്ത പരിപാടികൾക്കൊക്കെ പോകുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെ അതൊക്കെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഒരു പെണ്ണ് പ്രസവിച്ചു കഴിഞ്ഞാൽ ആ പ്രസവത്തോടുകൂടി അല്ലാഹു തആലയുടെ പാവങ്ങൾ പൊറുക്കും. അപ്പോ അവളുടെ മുഖത്തൊരു പ്രത്യേക ഐശ്വര്യം. കാരണം ഈ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങളുടെ മുഖത്തൊക്കെ നല്ല ഐശ്വര്യമാണ്. എന്തുകൊണ്ടാണ്? ആ പാവം മുഴുവൻ അല്ലാഹു പൊരുത്തപ്പെടും. അതാണ് അല്ലാഹു നമ്മുടെ സഹോദരങ്ങളുടെ പാവങ്ങളുടെ പുറത്തു കൊടുക്കുമാറാണ്. നമ്മുടെ മാതാപിതാക്കളുടെ പാവങ്ങൾ പുറത്തു കൊടുക്കുമാറാണ്. നമ്മളുടെ മരണപ്പെട്ട ഉപ്പ ഉമ്മമാരുടെ ഖബറുകൾ അല്ലാഹു സന്തോഷം കൊണ്ട് നിറയ്ക്കുമാറാണ്. ആ ഖബറിന്റെ അദാബുകളെ അല്ലാഹു ദൂരീകരിക്കുമാറാണ്. അതുകൊണ്ട് വാപ്പാ ഉമ്മ എന്ന് പറഞ്ഞ ചെറിയ സംഭവമല്ല, നമ്മുടെ സ്വർഗത്തിന്റെ വാതിലാണ്. ആരാണോ മാതാപിതാക്കളെ പൊരുത്തത്തോടുകൂടി ജീവിച്ചു മരിച്ചത് അവർക്ക് വേണ്ടി അല്ലാഹു സ്വർഗത്തിന്റെ 2 വാതിൽ തുറന്നു കൊടുക്കും അത്രേ. من أصبح مطيعا لأبويه أصبح له بابان مفتوحان إلى الجنة. من أصبح مرضيا لأبويه أصبح له بابان مفتوحان إلى الجنة. ആരെങ്കിലും തന്നെ മാതാപിതാക്കളെ സന്തോഷിപ്പിച്ചാൽ ആ മാതാപിതാക്കളുടെ പേരിൽ 2 വാതിലുകൾ അല്ലാഹു സ്വർഗത്തിൽ തുറന്നു കൊടുക്കുമത്രേ. ഒന്ന് വാപ്പാക്ക് വേണ്ടിയുള്ള വാതിൽ, ഒന്ന് ഉമ്മാക്ക് വേണ്ടിയുള്ള വാതിൽ. ഈ മാതാപിതാക്കളെ ഖിദ്മത്ത് ചെയ്തതിന്റെ പേരിൽ, അവരെ സന്തോഷിപ്പിച്ചതിന്റെ പേരിൽ അവർക്ക് 2 പേരുടെ പേരിലും ഇവന് വേണ്ടി 2 സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്നു. ഒന്ന് വാപ്പാക്ക് ഖിദ്മത്ത് ചെയ്തതിന്റെ പേരിൽ, ഒന്ന് ഉമ്മാക്ക് ഖിദ്മത്തിന്റെ പേരിൽ. ഇത് പകൽ സമയത്താണ്. രാത്രി ഇവൻ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തിയിട്ടാണ് ഉറങ്ങാൻ കിടന്നതെങ്കിൽ വാപ്പാക്ക് ഉമ്മാക്ക് മരുന്ന് വാങ്ങിക്കൊടുത്ത്, വാപ്പാക്ക് ഉമ്മാക്ക് പത്തലും കോഴിക്കറിയും വാങ്ങിക്കൊടുത്ത്, വാപ്പാക്ക് ഉമ്മാക്കും ചപ്പാത്തിയും ചിക്കനും വാങ്ങിക്കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് ആ സന്തോഷത്തോടെ അവരെ കിടന്ന് ഉറങ്ങിയതിനു ശേഷമാണ് ഈ മകനോ മകളോ
അവരുടെ ബെഡ്റൂമിലേക്ക് പോയതെങ്കിൽ അംസാലഹു ബാബാനി മഫ്തൂഹാനി ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള 2 വഴി അല്ലാഹു ഇവരുടെ പേരിൽ തുറന്നു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പകൽ സമയത്ത് പകൽ 2 ഡോർ സ്വർഗത്തിലേക്ക് തുറന്നിരിക്കും എന്ന് പറഞ്ഞാൽ നീ ആ പകലിൽ മരിച്ചാൽ നേരെ സ്വർഗം. രാത്രി സന്ധ്യാസമയത്ത് നമ്മളെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ വാപ്പാക്കും ഉമ്മാക്കും അവരെ ചിരിപ്പിച്ച് സന്തോഷത്തോടു കൂടിയാണ് മുറിയിലേക്ക് കയറുന്നതെങ്കിൽ രാത്രി നീ മരിച്ചാൽ നേരെ നിനക്ക് സ്വർഗമാണ്. മറിച്ച് മകൻ കടന്നു വരുന്നു, മകള് കടന്നു വരുന്നു, മാതാപിതാക്കളെ പരിഗണിക്കുന്നേയില്ല. സുബ്ഹാനല്ലാഹ്, ഒരു വാപ്പയുടെ മുഖത്ത് പോലും നോക്കാത്ത മകനായി പോയില്ലേ, ഉമ്മാന്റെ മുഖത്ത് പോലും നോക്കാത്ത മകനായി പോയില്ലേ. ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് മാതാപിതാക്കളെ പുറങ്കാല് കൊണ്ട് തള്ളിക്കളഞ്ഞ മോനെ, ആ വാപ്പാന്റെ ഉമ്മാന്റെ കണ്ണുനീര്. വമൻ അസ്ബഹ മുസ്ഖിതൻ ലിഅബവൈഹി അസ്ബഹ ലഹു ബാബാനി മഫ്തൂഹാനി ഇലന്നാർ. പകലിന്റെ സമയത്ത് വാപ്പയെയോ ഉമ്മയെയോ നീ വേദനിപ്പിച്ചാൽ, അവരെ ചൊടിപ്പിച്ചാൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു അസ്ബഹ ലഹു ബാബാനി മഫ്തൂഹാനി ഇലന്നാർ. നരകത്തിലേക്ക് 2 ഡോർ, 2 വഴി അല്ലാഹു നരകത്തിലേക്ക് നിനക്ക് വേണ്ടി തുറന്നിടുമത്രേ. വമൻ അംസാ മുസ്ഖിതൻ ലിഅബവൈഹി അംസാ ലഹു ബാബാനി മഫ്തൂഹാനി ഇലന്നാർ. സന്ധ്യാസമയം വീട്ടിലേക്ക് കയറി വരുന്ന മകൻ, സന്ധ്യാസമയം വീട്ടിലുള്ള മകൾ തന്റെ രോഗിയായി കിടക്കുന്ന മാതാപിതാക്കളെ കണ്ടിട്ട് പടച്ചവനെ ഇവരൊന്നും മരിക്കുന്നില്ലല്ലോ, വല്ലാണ്ട് വിഷമവും വെറുപ്പും അവരോട് കാണിച്ചിട്ടാണ് ഈ മകനും മകളും കിടന്നുറങ്ങാൻ പോകുന്നതെങ്കിൽ ഓർക്കണം കേട്ടോ, ആ രാത്രി എങ്ങാനും അവർ മരിച്ചാൽ അവര് നേരെ നരകത്തിന്റെ വഴിയിലേക്കാണ് അവര് പോവുക എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ആരെങ്കിലും രാത്രി ഈ സമയത്ത് മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ടാണ് ഉറങ്ങാൻ കിടക്കുന്നതെങ്കിൽ അംസാലഹു ബാബാനി മഫ്തൂഹാനി ഇലന്നാർ, അവരുടെ പേരിൽ 2 നരകത്തിന്റെ വാതിൽ അല്ലാഹു തുറന്നു കൊടുക്കുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് രാത്രിയായാലും പകലിലായാലും മാതാപിതാക്കളെ നിങ്ങൾ വെറുപ്പിക്കരുത് കേട്ടോ, ചൊടിപ്പിക്കരുത് കേട്ടോ. അവരെ ചിരിപ്പിക്കണേ, അവരെ സന്തോഷിപ്പിക്കണമേ, അവർക്ക് വേണ്ടി ദുആ ചെയ്യണമേ. വഖുല്ലഹുമാ ഖൗലൻ കരീമാ, മാന്യമായ സംസാരങ്ങളെ അവരോട് നടത്താവൂ, മാന്യമായ ഭാഷണങ്ങൾ മാത്രമേ അവരോട് നടത്താവൂ. അവരോട് കയർത്ത് സംസാരിക്കരുത്, അവരുടെ മുഖത്ത് വിരൽ ചൂണ്ടരുത്, അവരുടെ മുഖത്ത് നിങ്ങൾ ദേഷ്യഭാവത്തോടെ നോക്കരുത്. ഹബീബായ തങ്ങളുടെ വാക്ക് മാത്രമല്ല, പരിശുദ്ധ ഖുർആനിന്റെ വാക്കാണ്. വഖുല്ലഹുമാ ഖൗലൻ കരീമാ, മാന്യമായ സംസാരമേ അവരോട് നടത്താവേ. അവരെ വിരട്ടരുത്, അവരെ തെറി പറയരുത്, അവരെ ആക്ഷേപിക്കരുത്, അവരെ അധിക്ഷേപിക്കരുത്, അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കരുതേ. വഖുൽ, നീ അവർക്ക് വേണ്ടി ദുആ ചെയ്യണേ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. പടച്ചവനെ, എന്റെ ശരീരത്തില് അല്ലാഹുവേ, ഞാൻ എന്റെ ഉമ്മാന്റെ ഉപ്പാന്റെ ശരീരത്തിലേക്ക് കാഷ്ടവും മൂത്രവും വിസർജിച്ച സമയത്ത് പോലും എന്നോട് അവരെ കരുണ കാണിച്ചവരാണ്, എന്നെ അവരെ സ്നേഹിച്ചവരാണ്, സന്തോഷിപ്പിച്ചവരാണ്, എനിക്ക് ഭക്ഷണം വാങ്ങി തന്നവരാണ്, എന്നെ കുളിപ്പിച്ചവരാണ്, എന്റെ കുഞ്ഞിളെ കൈകളെ പിടിച്ച് എന്നെ കളിപ്പിച്ചവരാണ്. അല്ലാഹുവേ, അങ്ങാടിയിലൂടെ കൊണ്ടു നടന്ന് എനിക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ വാങ്ങി തന്ന് എന്നെ ആനന്ദിപ്പിച്ചവരാണ്. ഇർഹംഹുമാ, അവരോട് നീ കരുണ ചൊരിയണേ അല്ലാ, കരുണ ചൊരിയണേ അല്ലാ. ഈ ദുആ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കെ, ഈ ഇരിക്കുന്ന നമ്മളിൽ ഒരാളെങ്കിലും നമ്മൾ ദുആ ചെയ്യാൻ കരങ്ങൾ ഉയർത്തുമ്പോ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, ഈ ദുആ ഒരു മകനും ചെയ്തില്ല എങ്കിൽ അവൻ സാലിഹായ മകനെ അല്ല എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങളായ പണ്ഡിതന്മാരെ നമ്മളെ അറിയിക്കുന്നു.
അറിയിക്കുന്നു. ദുആ ചെയ്യാത്തവൻ സാലിഹായ കുട്ടിയല്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. വാപ്പാക്കും ഉമ്മാക്കും ദുആ ചെയ്യാത്ത സാലിഹായ കുട്ടിയല്ല. എത്ര വലിയ പടച്ചവനെ നീ കാത്തിരക്ഷിക്കണം അല്ലാഹു. നമ്മുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ പടച്ചവനെ. വാപ്പാക്കും ഉമ്മാക്കും ഒന്ന് ദുആ ചെയ്ത ഒരാളുണ്ടോ? എന്നാലും കുറവാണ് അല്ലേ? കുറവാണ്. വാപ്പാക്കും ഉമ്മാക്കും ദുആ ചെയ്ത കുറവാണ്. കുറയാൻ പാടില്ല. ഒരു സദസ്സിൽ ഉണ്ടെങ്കിൽ എല്ലാവരും കൈപൊക്കും. കാരണം നമ്മുടെ ഉമ്മ ഉപ്പ, നമ്മുടെ ഉമ്മ ഉപ്പ അതാണ് മഹത്വം. അത്രയ്ക്കും ഒരു വൈഫ്, ഒരു ഭാര്യ, അവൾ 10 മണിയാകുമ്പോൾ വിളിച്ചു പറയും, അച്ഛാ ഞാൻ ഉറങ്ങാൻ പോകുന്നു, നിങ്ങൾ എപ്പോൾ വരുന്ന ബാഗെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ 12 മണിക്ക് വരും, ഞാൻ ചാവി ആ സൈഡിൽ വെച്ചിരിക്കും, നിങ്ങൾ നേരെ വന്ന് കഥ തുറന്ന് കയറി ഭക്ഷണമൊക്കെ വിളമ്പി ഞാൻ ടേബിൾ ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചിട്ട് ശബ്ദം ഉണ്ടാക്കാതെ കിടന്നുറങ്ങണം. എനിക്ക് പുലർച്ചെ എഴുന്നേക്കാനുള്ളതാണ്, ഞാൻ ഇപ്പോൾ കിടന്നുറങ്ങണം. വൈഫിന്റെ ഉമ്മ ആണെങ്കിലോ ഉറങ്ങാതെ അവിടെ ഇങ്ങനെ ഒരു ഡോറും തുറന്നിട്ട് ഇങ്ങനെ ഓ മന്ദിന ഒരു ബൈക്കിന്റെ സൗണ്ട് ഇങ്ങനെ നോക്കിയിരിക്കും. 12 മണിയായാലും 1 മണിയായാലും 2 മണിയായാലും ഉമ്മ ഇങ്ങനെ നോക്കിയിരിക്കും. ഉറങ്ങൂല. ഈ മോൻ വന്നാലേ ഉറങ്ങുള്ളൂ, ഉമ്മ ഉറക്കം വരുള്ളൂ. വൈഫോ അടിപൊളിയായിട്ട് ഉറക്കം. പത്രക്കാത്ത് കഴിഞ്ഞാണ് നമ്മൾ പോകുമ്പോൾ. ഇതാണ് ഉമ്മയും വൈഫും തമ്മിലുള്ള ബന്ധം. മനസ്സിലായില്ലേ? ഉമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അത് ആ സ്വർഗത്തിലെ 2 ഗോഡൗൺ ആണ് ഉമ്മയും ഉപ്പയും. അത് ആ ഉമ്മ മരിക്കുന്നോണ്ട് ആ ഗോഡൗൺ അടയ്ക്കണം, ഉപ്പ മരിക്കുന്നോണ്ട് ആ ഗോഡൗൺ അടയ്ക്കണം. ബഹുമാനപ്പെട്ട സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു തആല ഉമ്മ മരിച്ചപ്പോൾ ഭയങ്കരമായിട്ട് കരച്ചിൽ. വലിയ പണ്ഡിതനാണ്. എല്ലാവരും ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ കരയുന്നത്? നിങ്ങളൊരു ആലിമല്ലേ? എനിക്ക് എന്റെ ഉമ്മ പോയതിന്റെ വിഷമമല്ല, എന്റെ ഉമ്മ വഫാത്തായതോടുകൂടി സ്വർഗത്തിലെ ഒരു ഗോഡൗൺ അടഞ്ഞു. അതിന്റെ വിഷമം കൊണ്ട് ഞാൻ കരഞ്ഞു പോയതാണ് എന്ന് ബഹുമാനപ്പെട്ട സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. മരിച്ചുപോയവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ആ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അവരുടെ ഖബർ സന്തോഷിക്കാൻ, നമ്മൾ അവരോടൊപ്പം നാളെ ചേരാൻ ഏറ്റവും വലിയ ഒരു മാർഗമാണ് എന്തെങ്കിലും സദഖ അവരുടെ പേർക്ക് നമ്മൾ ചെയ്യുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم لك الحمد ولك الشكر يا معبود. اللهم صل وسلم وكرم ومجد وعظم وبارك وأنعم على سيدنا ووسيلتنا وشفيعنا وقرة أعيننا وثمرة فؤادنا وهادينا ومنجينا وملجانا ومنجانا يا أرحم الراحمين محمد صلى الله عليه وسلم وعلى آله وأصحابه وتباعه عدد ما في علم الله. صلاة دائمة بدوام ملك الله، صلاة تكون لك الرضا ولحقه يدا. اللهم احفظنا بها من جميع الأشرار وحسن بها ختامنا يا خالق الليل والنهار. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات رب الأرض رب العرش الكريم. അല്ലാഹുവേ പടച്ചവനെ ഈ പറഞ്ഞതും കേട്ടതും ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മരണപ്പെട്ട മാതാപിതാക്കളുടെ ഖബർ സന്തോഷം കൊണ്ട് നിറയ്ക്കണേ അല്ലാഹ്. പടച്ചവരെ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരാണ്, ഞങ്ങളെ പഠിപ്പിച്ചവരാണ്. അല്ലാഹുവേ ഞങ്ങളെ ഈ നിലയിൽ എത്തിച്ചവരാണ്. അല്ലാഹുവേ അവർക്ക് ഒരു കുറവും നീ ആ ഖബറിൽ കൊടുക്കല്ലേ പടച്ചവനെ. അവരുടെ പദവികൾ നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കണം അല്ലാഹ്. ആരോഗ്യ സലാമത്ത് നൽകണേ പടച്ച റബ്ബേ. അല്ലാഹുവേ 10,000 രൂപ നൽകപ്പെട്ട മജ്‌ലിസാണ്. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അല്ലാഹുവേ അവർ നൽകിയ സദഖയാണ്. തട്ടിക്കളയല്ലേ റബ്ബേ, തട്ടിക്കളയല്ല റബ്ബേ, തട്ടിക്കളയല്ല റബ്ബേ. സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്, ആഖിർ വെളിച്ചമാക്കണേ അല്ലാഹ്.
അല്ലാഹ്. പടച്ച റബ്ബേ അവരോടൊപ്പം ഞങ്ങൾക്ക് നീ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ മാരകമായ രോഗങ്ങൾ നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ ഏത് നന്മയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചോദിച്ചാൽ തരുന്ന സാധുക്കളായ നാട്ടുകാരാണ് റബ്ബേ. ഇത്രയും സമയം ഇവിടെ ഇരുന്ന് ഈ സദസ്സിനെ ധന്യമാക്കിയവരാണ് പടച്ചവനെ. അർശിന്റെ തണൽ നീ കൊടുക്കണേ അല്ലാഹ്. ആഖിറം വെളിച്ചമാക്കി കൊടുക്കണേ പടച്ചവനെ. മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നാണക്കേട് വരുത്തല്ലേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ കൊണ്ടൊരു മോശം പേര് കേൾപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ കൺകുളിർമയുള്ള മക്കളാക്കണേ അല്ലാഹ്. കൺകുളിർമയുള്ള മക്കളെ നൽകണേ പടച്ചവനെ. അവരുടെ കൈക്ക് പിടിച്ച് സ്വർഗത്തിലെത്താനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ രോഗികളായ ധാരാളം പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഷാഫിയായ വാഫിയായ മുആഫിയായ അല്ലാഹ് അവരുടെ ഞങ്ങളുടെ രോഗങ്ങളെ പരിപൂർണമായി ശിഫയാക്കണേ അല്ലാഹ്. പടച്ചവനെ അറ്റാക്കിൽ നിന്ന്, സ്ട്രോക്കിൽ നിന്ന്, കിഡ്നി രോഗത്തിൽ നിന്നും, ക്യാൻസറിൽ നിന്നും, ട്യൂമറിൽ നിന്നും അല്ലാഹുവേ നീ രക്ഷിക്കണേ പടച്ചവനെ. കരൾ രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാഹ്. കുഴഞ്ഞു വീഴുന്ന രോഗത്തിൽ നിന്ന്, ബാത്റൂമിൽ മറിഞ്ഞു വീഴുന്ന രോഗത്തിൽ നിന്ന്, ആ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കണേ പടച്ചവനെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നീ നൽകണേ അല്ലാഹ്. പടച്ചവനെ പ്രവാസികളായ സഹോദരങ്ങൾ, ധാരാളം സഹോദരങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്നു അല്ലാഹ്. ഈ പരിപാടിക്ക് വേണ്ടി വിദേശത്തു നിന്ന് പോലും ഇവിടെ വന്നവരുണ്ട് പടച്ചവനെ. അല്ലാഹുവേ ഓൺലൈനിലൂടെ കണ്ടിട്ട് അവര് ഈ പരിപാടിക്ക് വേണ്ടി സഹായിക്കുന്നുണ്ട്. ഈ പള്ളിക്ക് വേണ്ടി സഹായിക്കുന്നവരാണ് റഹ്മാനെ. അല്ലാഹുവേ നീ അവർക്ക് പുറത്തു കൊടുക്കറബേ, മഗ്ഫിറത്ത് കൊടുക്കറബേ. അല്ലാഹുവേ അവരുടെ ജോലിയിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് രക്ഷിക്കണേ അല്ലാഹ്. അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന സഹോദരനെ എത്രയും വേഗം നാട്ടിലെത്തിക്കണേ പടച്ചവനെ. അല്ലാഹുവേ മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണേ പടച്ചവനെ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളുടെ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നീ കൊടുക്കണേ അല്ലാഹുവേ. അവരുടെ ടെൻഷനെല്ലാം നീ മാറ്റിക്കൊടുക്കണേ പടച്ചവനെ. ദർസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല ഓർമ്മ ശക്തി കൊടുക്കണേ അല്ലാഹ്. ബുദ്ധിശക്തി കൊടുക്കണേ അല്ലാഹ്. ഓർമ്മ കുറവിൽ നിന്ന് എന്നോട് കാവൽ തേടുന്നു അല്ലാഹ്. പടച്ചവനെ മരണം വരെ ഓർമ്മ കുറവ് നൽകല്ലേ പടച്ചവനെ. ബന്ധുക്കളെ സ്വന്തക്കാരെ തിരിച്ചറിയാൻ പറ്റാത്ത രോഗം തരല്ലേ. അൽഷിമേഴ്സിൽ നിന്ന് കാവൽ തേടുന്നു അല്ലാഹ്. പടച്ചവനെ ഇബാദത്തിന്റെ ആ ഒരു മാധുര്യം മറന്നു പോകുന്ന രോഗം നീ നൽകല്ലേ പടച്ച റബ്ബേ. അല്ലാഹുവേ ഈ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ആരെല്ലാം ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ചോ, ശാരീരികമായി സാമ്പത്തികമായി ഒരു നാവ് കൊണ്ട് അല്ലാഹുവേ സ്ഥലം നൽകി പടച്ചവനെ ശബ്ദവും വിളിച്ചു നൽകി, നോട്ടീസ് അടിച്ച് വെള്ളം തന്ന് ഭക്ഷണം നൽകി ഒക്കെ സഹായിച്ച നല്ലവരായ ദീനിന്റെ അഹ്ലുകാരെ നീ സഹായിക്കണേ പടച്ചവനെ. അല്ലാഹുവേ ഈ വഅദ് നസീഹത്ത് എനിക്കും ഈ ജനങ്ങൾക്കും ഉപകാരമുള്ള നസീഹത്താക്കണേ അല്ലാഹ്. ദീർഘകാലം നിനക്ക് വേണ്ടി ഇഖ്ലാസോടെ ദഅവത്ത് ചെയ്യാനുള്ള ആഫിയത്ത് ആരോഗ്യം നൽകണേ അല്ലാഹ്. ഹലാലായ ഉദ്ദേശങ്ങളെ നിറവേറ്റണേ പടച്ചവനെ. ആ തടസ്സങ്ങളെല്ലാം മാറ്റിത്തരണേ റഹ്മാനെ. അല്ലാഹുവേ ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ആമീൻ برحمتك يا أرحم الراحمين. والحمد لله رب العالمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين. السلام عليكم ورحمة الله.